ഏവർക്കും സ്നേഹവന്ദനം. 1985 ചെന്നൈ സെമിനാരിയിൽ, വൈദിക സെമിനാരിയിൽ പഠിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഗ്മോറിന് സമീപത്തുള്ള വെസ്ലിയൻ ചർച്ചിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് JCD പ്രഭാകർ എന്ന് പറയുന്ന ഇന്നത്തെ തമിഴ്നാട്ടിൻ്റെ സ്പീക്കറായിരിക്കുന്ന മാന്യ വ്യക്തി. പല പ്രാവശ്യം അദ്ദേഹം ഞങ്ങളുടെ സെമിനാരിയിൽ വരികയുണ്ടായി. ഞങ്ങൾ പല പ്രാവശ്യം അദ്ദേഹവുമായിട്ട് സംസാരിക്കാനൊക്കെ അന്ന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ബൈബിൾ ഇല്ലാത്ത ആളുകൾക്ക് ബൈബിൾ എത്തിക്കുക എന്നുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം അദ്ദേഹം തൻ്റെ സഭയിൽ വരുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അതിൽ പല ആളുകൾക്കും വേദപുസ്തകമില്ല, വിശുദ്ധ ബൈബിൾ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ വരുന്ന പലർക്കും ബൈബിൾ ഇല്ല, അതുകൊണ്ട് നമുക്ക് മാസത്തിൽ ഒരു 50 ബൈബിള് വാങ്ങിക്കുകയും നമ്മുടെ പള്ളിയിലുള്ള ആളുകൾക്കും പുറമേന്ന് ഉള്ള ആളുകൾക്കും താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വിതരണം ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കാര്യം വളരെ കൃത്യതയോടുകൂടെ ചെയ്യാൻ ആരംഭിച്ചു. ഇന്ന് ഏകദേശം വർഷത്തിൽ 50,000-ഓളം ബൈബിളുകൾ, പല ഭാഷയിലുള്ള ബൈബിളുകൾ ചെന്നൈയിലും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളും മറ്റുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ അദ്ദേഹം കൊടുക്കുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. അന്നൊരു ബൈബിളിന് 80 രൂപയായിരുന്നു വില. അപ്പോൾ 50 ബൈബിൾ എന്ന് പറയുമ്പോൾ 4,000 രൂപയാണെന്ന് അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മിസ്സിസ് ആണ് അത് വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിന് കൊടുത്ത പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഞാനത് നേരടിയായി കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിന്റെ മഹത്വം എന്ന് പറയുന്നത്, ഈ വചനം അല്ലെങ്കിൽ ഈ വിശുദ്ധ ബൈബിള് ചെന്നെത്തുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ ജീവനും ചൈതന്യമൊക്കെ ഉണ്ടാകും. ആളുകൾക്ക് വലിയ രൂപാന്തരങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ഭാഗങ്ങളായിട്ട് ബൈബിളിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനകത്ത് ഈ ബൈബിൾ എന്നുള്ള പേര് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ആ പേരുണ്ടായത് എന്നൊക്കെ പറയുകയുണ്ടായി. ഇന്ന് അതിന്റെ വേറൊരു വശത്തിലേക്ക് ഞാൻ വരികയാണ്. ബൈബിളിന്റെ ചരിത്രപരമായിട്ടുള്ള വൈശിഷ്ട്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസസിനെ കുറിച്ചാണ്. എബ്രായ നദിക്ക് അക്കരെ നിന്ന് വന്നവർ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച പദമാണ് എബ്രായം. അവരെ പൊതുവിൽ വിളിച്ചിരുന്ന പേരായിരുന്നു എബ്രായർ എന്നുള്ളത്. അവർ ഉപയോഗിച്ച ഭാഷയും ആ ജനതയും പിന്നീട് ആ പേരിൽ അറിയപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം, അതായത് വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഹോളി ബൈബിൾ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പ് വരും. ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് പരിശോധിക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അവർ ആരെന്നും അവരുടെ തൊഴിൽ എന്തായിരുന്നുവെന്നും പറഞ്ഞിരിക്കുന്നു. കൂടാതെ വിശുദ്ധ ബൈബിളിൽ തന്നെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലും അവരുടെ തലമുറകൾക്ക് അത് അറിവുള്ള കാര്യമായിട്ട് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ എബ്രായ പിതാക്കന്മാരും അതുപോലെ ബൈബിൾ പരാമർശിക്കുന്ന വിഷയങ്ങളും കേവലം ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും മാത്രമാണെന്ന് ലിബറൽ ചിന്താഗതിക്കാരും നിരീശ്വരവാദികളും വിമർശിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുവാനും യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുവാനും നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമായിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രപരമായ കാര്യങ്ങൾ സാങ്കല്പികമല്ല, മറിച്ച് ചരിത്രത്തിന്റെ ഉരകല്ലിൽ ഉരച്ചെടുത്ത ഈടുറ്റതും നിർമ്മലവും വ്യക്തതയാർന്നതുമായ ചരിത്ര സത്യങ്ങളാണെന്നും നിരത്തിവെച്ച തെളിവുകളോടെ സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതെങ്ങനെയാണെന്ന് ഞാൻ പങ്കുവെക്കാം. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കണം, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സാങ്കല്പിക കഥാപാത്രങ്ങളോ സാങ്കല്പിക ദേശങ്ങളോ അല്ല, മറിച്ച് ജിയോഗ്രഫിക്കലി അതേപോലെ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഹിസ്റ്റോറിക്കലി ആൻഡ് ജിയോഗ്രഫിക്കലി പ്രൂവൺ ആണ്. അത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ പരിശോധിക്കുകയും ഉത്ഖനനങ്ങൾ അല്ലെങ്കിൽ എക്സ്കവേഷൻ നടത്തുകയും ചെയ്തപ്പോൾ ലഭിച്ച വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ ബൈബിളിലെ സംഭവങ്ങളും ചരിത്ര കാര്യങ്ങളും ബൈബിളിന്റെ ചരിത്ര സത്യങ്ങളെ തെളിയിക്കുകയായിരുന്നു. അബ്രഹാം തുടങ്ങിയുള്ള എബ്രായ പുരുഷന്മാർ സാങ്കല്പിക പുരുഷന്മാർ അല്ലെന്നും ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാർ ആണെന്നും പുരാവസ്തു ഗവേഷണം തെളിയിച്ചു. അതിന് തൊട്ടു പിന്നാലെ ബൈബിളിലെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനത്തെക്കുറിച്ച് പലപ്പോഴും സംശയത്തിന് ഇടയുണ്ടായിരുന്നു. നാം അറിയുന്ന പോലെ അസീറിയൻ അഥവാ അസൂർ രാജാവായിരുന്ന സർഗോൺ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അല്ലാതെ മറ്റൊരു ഭാഗത്തും അദ്ദേഹത്തെക്കുറിച്ച് ബൈബിളിൽ തെളിയിച്ചിരുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞിരുന്നില്ല. മാത്രമല്ല മറ്റൊരു ഡിസ്ക്രിപ്ഷൻസ് ഒന്നും തന്നെ ആർക്കും കിട്ടിയിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്നില്ല, അത് വെറും ഒരു സാങ്കല്പിക കഥാപാത്രമായിരുന്നു എന്ന് വിമർശന വിധേയമാക്കുകയും ബൈബിളിന്റെ ഐതിഹാസിക സ്വഭാവത്തിന് ഇത് ഉപോത്ബലവുമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പോന്നു പല നിരീശ്വരവാദികളും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ വോളിയം 8 സർഗോനെ പറ്റിയുള്ള പ്രസ്താവന ബൈബിളിന് പറ്റിയ പ്രധാന തെറ്റായിട്ട് കരുതുകയുണ്ടായി എന്ന് രേഖപ്പെടുത്തി. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 1843
ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റ് ആയിരുന്ന പോൾ എമിലി ബോട്ട നടത്തിയതായിട്ടുള്ള ഗവേഷണത്തിൽ അശൂരിന്റെ അല്ലെങ്കിൽ അസേറിയയുടെ തലസ്ഥാനമായിരുന്ന നിനവയിൽ, നിനവ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് യോനയുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്നും 25 കിലോമീറ്റർ വടക്ക് കിടക്കുന്ന ദർ സറൂക്കിൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, അന്നത്തെ ആ സ്ഥലം, ഇന്ന് ആധുനിക കാലത്ത് അത് ഖുർസാബാദ് എന്ന സ്ഥലത്ത്, അവിടെ ഏകദേശം 25ഓളം ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന സർഗോന്റെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന സർഗോൺ ക്രിസ്തുവിന് മുമ്പ് BC 722 മുതൽ 705 വരെ വാണിരുന്ന സർഗോൺ രണ്ടാമനാണെന്ന് തെളിയിക്കപ്പെടുകയുണ്ടായി. അപ്പൊ ഇദ്ദേഹമാണ് ശമര്യരുടെ ഉപരോധം പൂർത്തിയാക്കിയതും ഇസ്രായേലിയരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയതും. അതിനാൽ ബൈബിൾ ഇതിഹാസ കുറിപ്പുകളുടെ സമാഹാരമല്ല, മറിച്ച് ലോക ചരിത്രത്തിന്റെ നാഴികക്കല്ലാണെന്നും തെളിയിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളും വ്യക്തികളും അത് വെറും സാങ്കല്പിക കഥാപാത്രങ്ങളല്ല, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിച്ചിരുന്നുവെന്നും അവര് ജീവിച്ച മേഖലകൾ എവിടെയൊക്കെ ആയിരുന്നുവെന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് ബൈബിൾ ചരിത്രത്തിന്റെ താളുകളെ ഉറപ്പിക്കുന്നതാണ്. ഇന്ന് പല എക്സ്കവേഷൻസും പലയിടങ്ങളിലും നടത്തുന്നതിന്റെ ഏക കാരണം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല പരാമർശങ്ങളും അത് എത്രത്തോളം ആഴമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന എക്സ്കവേഷൻസ് ആണ്. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കൂടുതൽ ബൈബിളിന്റെ ആധികാരികതയെ ഊട്ടി ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് നിരീശ്വരവാദികളായിരുന്നാലും ശരി, അതേപോലെ തന്നെ ബൈബിളിനെ വിമർശിക്കുന്ന സംഘപരിവാർ കുടുംബാംഗങ്ങളായിരുന്നാലും ശരി, ബൈബിളിനെ തിരസ്കരിക്കുന്ന ആരായിരുന്നാലും ശരി, നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ശ്രീ VD സതീശനും, അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറായിരിക്കുന്ന ജോൺ ക്രിസ്റ്റോഫർ പ്രഭാകരനായിരുന്നാലും, അതേപോലെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ശ്രീ ജോസഫ് വിജയ് ആയിരുന്നാലും, അവർ പ്രസംഗിക്കുന്ന ബൈബിൾ സത്യങ്ങൾ അത് നമുക്ക് ഉൾക്കൊള്ളുവാനും ആ ഉൾക്കൊള്ളുന്ന സത്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ജീവിക്കുവാനും സാധ്യമാകുന്ന ചരിത്രപരമായിട്ടുള്ള സത്യവസ്തുതകളാണ് എന്നുള്ളത് ഒരിക്കലൂടെ നിങ്ങളോട് പങ്കിട്ടുകൊണ്ട്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവുണ്ടായിട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ഇത് കൂടുതലായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.